Hi guys! ഇന്നത്തെ റെമഡി വളരെ ഈസിയാണ്, എല്ലാവർക്കും തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ടോണറാണ്, അതും സ്കിൻ വൈറ്റനിങ് ടോണറാണ് നമ്മളിന്ന് മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. സ്കിൻ വൈറ്റനിങ് ചെയ്യുമ്പോൾ മാത്രമല്ല, നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ഗ്ലോ ചെയ്ത് വെക്കാനും, അതുപോലെ തന്നെ പിമ്പിൾസ് ഉണ്ടെങ്കിൽ പിമ്പിൾസ് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും, പിമ്പിൾസിൻ്റെ പാടൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ലൈറ്റൻ ചെയ്ത് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഈ ഒരു ടോണർ ഹെൽപ്ഫുൾ ആണ് കേട്ടോ. നമ്മൾ രാവിലത്തെ CTM റൊട്ടീനിലും വൈകുന്നേരത്തെ CTM റൊട്ടീനിലും ഈ ഒരു ടോണർ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സൂപ്പറായിട്ട് നിങ്ങളുടെ സ്കിന്നിൽ ആ റിസൾട്ട് നിങ്ങൾക്ക് കണ്ടിരിക്കും. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം, ഇതെങ്ങനെ മേക്ക് ചെയ്തെടുത്തു എന്നുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ തന്നെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള ഷംനൂസ് ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ ആലോവേറ ജെല്ലാണ്, സാഫ്രോണിൻ്റെ ആലോവേറ ജെല്ല്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ആലോവേറ ജെല്ല് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. ഇനി ചിലർ ചോദിക്കും, ആലോവേറ ജെല്ല് ഞങ്ങൾക്ക് അലർജിയാണ്, അപ്പോൾ ഞങ്ങൾ വേറെ എന്താണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ആലോവേറ അല്ലാതെ നമുക്കിപ്പോൾ മാർക്കറ്റിൽ ഹിബിസ്കസിൻ്റെ ചെമ്പരത്തിയുടെ ജെല്ല് കിട്ടുന്നുണ്ട്, റോസിൻ്റെ ജെല്ല് കിട്ടുന്നുണ്ട്, ഏതെങ്കിലും ഒരു ജെല്ല് എടുത്താൽ മതി. ഓക്കെ, അപ്പം ആലോവേറ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ആലോവേറ തന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കുക. പിന്നീട് ഇവിടെ ഞാൻ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾ ഗ്ലിസറിൻ ഞാൻ എടുത്തിരിക്കുന്നത് അതൊരു 1/2 ടീസ്പൂൺ മതിയാകും. അപ്പോൾ 1 ടീസ്പൂൺ ആലോവേറ ജെല്ലിന് 1/2 ടീസ്പൂൺ ഗ്ലിസറിൻ ഈ ഒരു അളവിൽ ചേർക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടത് റോസ് വാട്ടർ ആണ്. റോസ് വാട്ടർ നിങ്ങൾ ഈ കാണുന്ന അളവിൽ ഒരു അല്പം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റോസ് വാട്ടർ ആണെങ്കിലും ഡിസ്റ്റിൽഡ് വാട്ടർ ആണെങ്കിലും ഈക്വൽ അളവിൽ വേണം എടുക്കാനായിട്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡിസ്റ്റിൽഡ് വാട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിൽറ്റർ വാട്ടറും ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഫിൽറ്റർ വാട്ടർ ആയാലും മതി. ഇനിയിപ്പോൾ അതും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം നല്ല രീതിക്ക് വെട്ടി തിളപ്പിച്ചിട്ട് തണുത്തതിന് ശേഷം ആഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ റോസ് വാട്ടറും ഈ ഡിസ്റ്റിൽഡ് വാട്ടറും ഈക്വൽ അളവിൽ ചേർക്കാനായിട്ട് നോക്കുക. അപ്പോൾ ആ ഒരു വാട്ടർ കൂടി ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കഴിഞ്ഞിട്ടില്ല, ഇതിനകത്തേക്ക് ഫൈനലായിട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അത് വേറെ ആരുമല്ല, നമ്മുടെ ലെമണാണ്. ലെമൺ ഞാൻ ഇതുപോലെ പകുതിയായി കട്ട് ചെയ്തിട്ട് അതിന് ഏതാനും തുള്ളി മാത്രം മതി കേട്ടോ. ഒത്തിരി നമുക്ക് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഞാനിവിടെ ഈ ഒരു അളവിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു അളവിലേക്ക് ഞാനിവിടെ ഒരു 10 തുള്ളിയോളം ലെമണിൻ്റെ ആ ഒരു നീര് ഇറ്റിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. മിക്സ് ചെയ്തതിന് ശേഷം നല്ലൊരു എയർ ടൈറ്റായിട്ട് ഒരു ബോട്ടിലിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുക. നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക. ഓരോ തവണ ഉപയോഗിക്കുമ്പോൾ നല്ല രീതിക്ക് ഷെയ്ക്ക് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് പുറത്ത് വെക്കാമോയെന്ന് ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും. പുറത്ത് വെക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മളതൊരു 3-4 ദിവസം കൊണ്ട് ഉപയോഗിച്ച് തീർക്കണം. കാരണം നമ്മൾ അതിൻ്റെ ലെമൺ ആഡ് ചെയ്തുകൊണ്ട് ഒരുപാട് നിൽക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 3-4 ദിവസം. അപ്പോൾ അതിനേക്കാളും നല്ലത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുന്നതിനായിരിക്കും. നിങ്ങൾക്കിതൊരു 10-15 ദിവസം വരെയും ഇത് നിങ്ങൾക്ക് കേടുകൂടാതെ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഗൈസ്, തീർച്ചയായിട്ടും എല്ലാവരും ഈ പറഞ്ഞ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് രാവിലത്തെയും വൈകുന്നേരങ്ങളിലുള്ള CTM റൊട്ടീനിൽ ഈ ഒരു ടോണർ നിങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 1 വീക്കിനുള്ളിൽ നിങ്ങളുടെ ഫേസിൽ നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. തീർച്ചയായിട്ടും പറയുന്നു, നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് കമൻ്റ് ഇടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട്. അത്രയും സൂപ്പറായിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടോണറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്ന വിശ്വാസത്തോടുകൂടി നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.